ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടി വീരമൃത്യു വരിച്ച ഒരു സൈനിക ഉദ്യോഗസ്ഥന്റെ യഥാർത്ഥ ജീവിതമാണ് അമരൻ സിനിമയുടെ പ്രമേയം. മേജർ മുകുന്ദ് വരദരാജൻ, പിന്നെ ഇന്ദു റെബേക്ക, അവരാണ് ചിത്രത്തിലെ നായകനും നായികയും. ആരാണ് മേജർ മുകുന്ദ്? 2015 ജനുവരി 26 രാജ്പഥിൽ റിപ്പബ്ലിക് ദിന പരേഡ് നടക്കുകയാണ്. അമർ ജവാൻ ജ്യോതിയിലെ പുഷ്പാർച്ചനയ്ക്ക് ശേഷം രാഷ്ട്രപതി ധീരതാ പുരസ്കാരങ്ങൾ നൽകി തുടങ്ങിയിരുന്നു. മേജർ മുകുന്ദ് വരദരാജൻ എന്ന പേര് മുഴങ്ങി അവിടെ. തല ഉയർത്തിപ്പിടിച്ചു ഒരു പെൺകുട്ടി വേദിയിലെത്തി. കല്ലുപോലെ ഉറച്ചു നിന്ന് തന്റെ ഭർത്താവിന്റെ പേര് പതിഞ്ഞ ആ അശോക ചക്ര ഏറ്റുവാങ്ങി മടങ്ങി. മരണാനന്തര ബഹുമതിയായി തന്റെ ഭർത്താവിന് ലഭിച്ച പുരസ്കാരം അഭിമാനത്തോടെ ഏറ്റുവാങ്ങിയ ഇന്ദു റെബേക്ക വർഗീസ് എന്ന 31കാരി പറഞ്ഞത് ഇങ്ങനെയാണ്: എന്റെ കണ്ണീരല്ല, മുകുന്ദിന്റെ ധീരതയാണ് രാജ്യം കാണേണ്ടത്. ഇവരുടെ ജീവിതകഥ പറയുന്ന ചിത്രമാണ് അമരൻ. മേജർ മുകുന്ദായി ശിവകാർത്തികേയനും ഇന്ദുവായി സായി പല്ലവിയും. ആരായിരുന്നു ഈ റിയൽ ലൈഫ് അമരൻ മേജർ മുകുന്ദ്? 2014 ഏപ്രിൽ 25 കശ്മീരിലെ ഷോപ്പിയാൻ, ആപ്പിൾ ടൗൺ എന്നറിയപ്പെടുന്ന ഷോപ്പിയാനിൽ രാഷ്ട്രീയ റൈഫിൾസ് റെജിമെന്റ് 44ാമത് യൂണിറ്റ് വിന്യസിക്കപ്പെട്ടു. തമിഴ്നാട് സ്വദേശിയായ മേജർ മുകുന്ദ് വരദരാജന്റെ നേതൃത്വത്തിലുള്ള സംഘം എന്തിനും തയ്യാറായി നിൽക്കുകയാണ്. ഷോപ്പിയാനിലെ ആപ്പിൾ തോട്ടങ്ങൾക്ക് ചോരയുടെ മണമുള്ള കാലമായിരുന്നു അത്. തലേന്നാണ് അവിടെ ഒരു ഭീകരാക്രമണം നടന്നത്. തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥരുടെ കൊലപാതകങ്ങളിൽ പ്രതിയായ ജെയ്ഷെ മുഹമ്മദ് കമാൻഡർ അൽതാഫ് വാനി ഉൾപ്പെടെ ചില ഭീകരർ കാസിപത്രി ഗ്രാമത്തിൽ ഒളിവിൽ കഴിയുന്നതായി രഹസ്യ വിവരം ലഭിച്ചതിനെ തുടർന്നായിരുന്നു മേജർ മുകുന്ദിന്റെ സംഘം അവിടെ എത്തിയത്. ഭീകരർ ഒളിച്ചു താമസിക്കുന്നതായി കരുതുന്നത് ഒരു ഇരുനില വീട്ടിലാണ്. അവിടെ ആപ്പിൾ തോട്ടവും 2 ഔട്ട് ഹൗസുകളും ഉണ്ടായിരുന്നു. മേജർ മുകുന്ദ് മണിക്കൂറുകൾ കൊണ്ട് പദ്ധതി തയ്യാറാക്കി. തന്റെ ക്വിക്ക് റിയാക്ഷൻ ടീമിനെ പല ജോഡികളായി തിരിച്ച് പൂർണ്ണ സജ്ജരാക്കി. രഹസ്യാന്വേഷണ വിഭാഗത്തിന്റെ അറിയിപ്പ് തെറ്റിയില്ല. അൽതാഫ് വാനിയും മറ്റു 2 ഭീകരരും ആ വീട്ടിൽ തന്നെ ഉണ്ടായിരുന്നു. വീടിന്റെ വാതിൽ സ്ഫോടക വസ്തുക്കൾ വെച്ച് തകർത്ത് സൈന്യം ഇരച്ചു കയറി. അതിന് മറുപടിയായി വീടിനുള്ളിൽ നിന്നും വെടിവെപ്പ്. ആദ്യത്തെ ഭീകരനെ വെടിവെച്ചു വീഴ്ത്തിയ മേജർ മുകുന്ദ് ഔട്ട് ഹൗസിനുള്ളിലേക്ക് ഒരു ഗ്രനേഡ് എറിഞ്ഞു. വൻ സ്ഫോടനം. ഇതോടെ അൽതാഫ് വാനി ആപ്പിൾ തോട്ടത്തിലേക്ക് രക്ഷപ്പെട്ടു. സൈന്യം ആപ്പിൾ മരങ്ങൾ വളഞ്ഞു. വീണ്ടും വെടിവെയ്പ്. ആ സമയത്താണ് മേജർ മുകുന്ദ് ഒരു കാര്യം ശ്രദ്ധിക്കുന്നത്. അൽതാഫ് വാൻ ഇരിക്കുന്ന ആപ്പിൾ മരത്തിന്റെ മറവിൽ നിന്ന് തുരുതുര വെടിപൊട്ടുന്നില്ല, ഇടവിട്ട് മാത്രം. അടുത്ത ക്ഷണം വാനിയുടെ ഭാഗത്തു നിന്നുള്ള വെടിവെപ്പ് പൂർണ്ണമായും നിലച്ചു. സൈനികർ അമ്പരന്നു. ആകെ ആശയക്കുഴപ്പം. എന്താണ് സംഭവിക്കുന്നത്? എന്നാൽ മേജർ മുകുന്ദ് ശാന്തനായിരുന്നു. അൽതാഫിന്റെ ബുള്ളറ്റുകൾ തീർന്നിരിക്കുന്നു. അടുത്ത നിമിഷം തന്നെ സൈന്യം നിർണായകമായ നീക്കം നടത്തി. തന്ത്രപരമായ ഇടപെടൽ. അൽതാഫ് കൊല്ലപ്പെട്ടു. മേജർ മുകുന്ദിന്റെ നേതൃപാഠവും തന്ത്രപരമായ തീരുമാനവും പരിചയസമ്പത്തുമൊക്കെയായിരുന്നു ആ ഓപ്പറേഷന്റെ വിജയ രഹസ്യം. എന്നാൽ അതിന് കൊടുക്കേണ്ടി വന്നത് വലിയ വില കൂടിയായിരുന്നു. ഏറ്റുമുട്ടലിന്റെ അവസാന ഘട്ടത്തിൽ മേജർ മുകുന്ദിന് വെടിയേറ്റിരുന്നു. 3 വെടിയുണ്ടകൾ അദ്ദേഹത്തിന്റെ ശരീരത്തിൽ തറച്ചു. ഓപ്പറേഷൻ പൂർത്തിയായതും മേജർ ഉയർന്നു വീണു. മരണാനന്തരം പരമോന്നത സൈനിക ബഹുമതിയായ അശോക ചക്ര നൽകി രാജ്യം ആ ധീര ജവാനെ ആദരിച്ചു. മദ്രാസ് ക്രിസ്ത്യൻ കോളേജിലെ പഠനകാലത്താണ് മുകുന്ദും പത്തനംതിട്ട സ്വദേശിയുമായ ഇന്ദുവും പ്രണയത്തിലാകുന്നത്. 9 വർഷത്തെ പ്രണയം. അന്യജാതി, അന്യനാട്, അന്യഭാഷ. ഇന്ദുവിന്റെ വീട്ടുകാർക്ക് എതിർക്കാൻ കാരണങ്ങൾ നിരവധിയായിരുന്നു. ഇതിനിടെ മുകുന്ദ് ആർമിയിൽ ചേർന്നിരുന്നു. എന്നാൽ പട്ടാളക്കാരൻ എന്ന കാരണത്താൽ വിവാഹത്തിന് കുടുംബം എതിർത്തു. ഒടുവിൽ വീട്ടുകാർക്കത് സമ്മതിക്കേണ്ടി വന്നു. ഏപ്രിൽ 26 രാവിലെ ബംഗളൂരുവിലെ ക്വാർട്ടേഴ്സിൽ നിർത്താതെ കോളിബെൽ മുഴങ്ങുന്നത് കേട്ടാണ് ഇന്ദു ഉണരുന്നത്. മുകുന്ദിന്റെ മരണവാർത്തയുമായിട്ടായിരുന്നു അവരെത്തിയത്. ഇതൊന്നും അറിയാതെ അവരുടെ 3 വയസ്സുകാരിയായ മകൾ ആർഷിയ കിടന്നുറങ്ങുന്നുണ്ടായിരുന്നു. മരണാനന്തര ചടങ്ങുകളിലൊന്നും തളർന്നു പോവില്ലെന്ന് വാശിയുള്ള ഒരു ഇന്ദുവിനെയാണ് കാണാൻ കഴിഞ്ഞത്. നീ തളരാൻ പാടുണ്ടോ? എന്തിനേയും ധീരതയോടെ നേരിടണം എന്ന് മുകുന്ദ് പറയാറുള്ള വാക്കുകൾ അവളുടെ കാതുകളിൽ മുഴങ്ങി കേൾക്കുന്നുണ്ടായിരിക്കും. Maybe it's time
for you to do something more for him. So this is solely for Mukund. So one, I knew he was happy. Two, I found this as a place where this is the time I can bring him back to life. അമരൻ സിനിമയുടെ പ്രമോഷനുകൾക്ക് നിറഞ്ഞ ചിരിയോടെ ഇന്ദുവിൽ നാം കണ്ടു. ഇപ്പോഴും തന്റെ മുകുന്ദ് ഒപ്പമുണ്ടെന്ന ഉറച്ച വിശ്വാസം ഇന്ദുവിന്റെ ചിരിയിൽ കാണാം. ഇന്ദുവിന്റെ മുകുന്ദ് എവിടെയും പോയിട്ടില്ലല്ലോ. അമരൻ സിനിമയിലെ ഡയലോഗ് പോലെ കടലിനും ആകാശത്തിനും ഇടയിലുള്ള അകലത്തിരുന്ന് ഇവരിപ്പോഴും പ്രണയിക്കുകയാണല്ലോ.